അനേകം മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകൾ, ഉറക്കമെല്ലാം ഈശോ എടുത്തു മാറ്റി നമ്മളെ കരുത്തുള്ളവരും ജീവനുള്ളവരും ശക്തിയുള്ളവരുമായി മാറ്റട്ടെ. അവിടുത്തെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥതകളും, രോഗപീഠങ്ങൾ, പൈശാചികമായ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കെട്ടുകളും നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയിലുള്ള വിശ്വാസത്തോടുകൂടി മരണത്തെയും പാപത്തെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് തമ്പുരാനുള്ള വിശ്വാസത്തോടുകൂടി നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിയുടെ സമയങ്ങളിലെ അന്ധകാര ശക്തികളെല്ലാം ഭയക്കൊണ്ട് ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് പോകുന്ന വലിയ സമയമാണിത്. അന്ധകാര ശക്തികളെല്ലാം വിട്ടുപോകുന്ന സമയം, രോഗപീഠകൾ വിട്ടുപോകുന്ന സമയം, കെട്ടുകൾ അഴിയുന്ന സമയം, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗപീഠകളെയും കർത്താവിന്റെ കുരിശിന്റെ യോഗ്യതയാല്, അവിടുന്ന് ചിന്തിയ തിരിച്ചവരുടെ യോഗ്യതയാല് എല്ലാ കെട്ടുകളും അഴിയുന്ന സമയം, എല്ലാ രോഗപീഠകളും വിട്ടുപോകുന്ന സമയം. ശക്തിയോടെ പ്രാർത്ഥിച്ചേ, വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ചേർന്ന് പാടി. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും നമ്മുടെ സ്വർഗീയ വിശുദ്ധരും നമ്മുടെ കാവൽ മാലാഖമാരെല്ലാവരും നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി തമ്പുരാന്റെ തിരുസന്നിധിയിൽ യാചനാപാത്രങ്ങളുമായിട്ട് നമുക്കും അവരോടൊപ്പം ചേർന്ന് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിച്ച് അതിനേക്കാൾ ഉപരി അവിടുത്തെ ആത്മാവും നമ്മളുമായിട്ട് ലയിച്ചുകൊണ്ട് ദൈവാത്മാവുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഈശോയെ നിന്നെ അനുഭവിക്കുവാൻ, നിന്നെ അറിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിന്നെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാകുവാൻ, അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പോയതുപോലെ നമ്മുടെ ഉള്ളിലും ഈശോയെ വഹിച്ച് ഈശോയെ വഹിക്കുന്ന വാഹകരായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കെട്ടുകൾ അഴിയട്ടെ. ശരീരത്തിന്റെ രോഗപീഠകളെല്ലാം വിട്ടുപോകട്ടെ. മനസ്സിന്റെ രോഗപീഠകൾ വിട്ടുപോകട്ടെ. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, വൈരാഗ്യം, പേടി, ഭയം, ആകുലതകൾ എല്ലാം ഈശോയുടെ നാമത്തില് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് നീക്കുന്നു. അവിടുന്ന് നൽകിയ പൗരോഹിത്യ അധികാരത്തില് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് നീക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗപീഠകള്, ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താൽ അസ്വസ്ഥരാകുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അവരുടെ രോഗപീഠകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ ഈ സമയം ആ രോഗികൾ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവര്, ക്യാൻസർ രോഗങ്ങളുള്ളവര്, ശാരീരികമായ സന്ധിബന്ധങ്ങളിൽ വേദന അനുഭവിക്കുന്നവര്, കൈകാൽ മടക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ശിരസ് സംബന്ധമായ രോഗങ്ങള്, നാഡീവ്യൂഹങ്ങളിൽ വരുന്ന രോഗങ്ങള് എല്ലാം ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാല് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രോഗപീഠകളെല്ലാം ഈശോയുടെ നാമത്തിൽ, യേശു നാമത്തിന്റെ ശക്തിയാല്, ഈശോയുടെ നാമത്തിന്റെ ശക്തിയാല് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് നീക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ശക്തിയോടെ സ്തുതിച്ചേ. യേശു നാമം വിളിച്ച് സ്തുതിച്ചേ. ഈശോയെ, യേശുവേ, 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 ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. കണ്ണുകളടച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ നെറ്റിച്ചൊല്ലി പ്രാർത്ഥിച്ചേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനും സർവശക്തനുമായ സ്വർഗീയ പിതാവേ, ഞാനങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവായ ഈശോയെ, ഞാൻ അങ്ങയില് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങാണ് എന്റെ ജീവിതത്തിന്റെ സർവസ്വവുമെന്ന് ഏറ്റുപറയുന്നു. എന്റെ എല്ലാ പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ ആഡംബരങ്ങളെയും ഞാൻ നിരാകരിക്കുന്നു. എന്റെ മേലുള്ള അവന്റെ എല്ലാ ആധിപത്യങ്ങളെയും ഞാൻ തിരസ്കരിക്കുന്നു. അവന്റെ എല്ലാ വാഗ്ദാനങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. സത്യദൈവത്തിൽ നിന്നകന്നതും യേശുവിനെ മഹത്വപ്പെടുത്താത്തതുമായ എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഞാനിതാ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. അങ്ങ് മാത്രമാണ് എന്റെ ജീവനും സർവസ്വവും ഈ സമയം ഏറ്റുപറയുന്നു. ഈ ലോകത്തിന്റെ നിയന്താവും ഞങ്ങളുടെ വിമോചകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ശത്രുവും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പരാജയപ്പെടുത്തുന്നവരുമായ പിശാചിനെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. വലുകരമയത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ആമേൻ. വിമല ഹൃദയത്തിന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടിയിരിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ ആമേൻ. സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടും ഈശോയുടെ ഹൃദയത്തോടും ചേർത്ത് വെച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ കണ്ണൊന്ന് തുറന്നേ, ചുറ്റുവട്ടിരിക്കുന്നവരെ ഒന്ന് നോക്കിക്കേ. അടുത്ത ആളുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? അവരുടെ കണ്ണിലേക്ക് നോക്കി, കണ്ണ് തുറന്ന് കണ്ണിലേക്ക് നോക്കി സ്തുതി കൊടുത്ത ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒരു 2-3 പേർക്കൊക്കെ കൊടുക്കുന്നേ. ദേ ചാടിയിരിക്കണം, ഇരിക്കാൻ പറഞ്ഞില്ലെന്നേ. ഇനിയും പണിയുണ്ട്. ഒരു 4 പേരുടെ കൈക്ക് പിടിച്ച്, ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും എന്നൊന്ന് പറഞ്ഞേ. ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും. 4 പേരോട് പറ, 4 പേരോട് പറ. ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും. തിരിച്ചു വാ, തിരിച്ചു വാ, കസേരയിലേക്ക് തിരിച്ചു വാ. ഞാൻ കുറച്ചു നേരം ഇതവിടെ വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. കൂർക്കമ്പലി കേൾക്കുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇരിക്കേ. അതുകൊണ്ട് ഉറങ്ങുന്നവർ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തില്ല. മധ്യാഹ്നത്തിലാണ്, രാത്രിയുടെ മധ്യാഹ്നത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്, മിഡ് നൈറ്റ്. അതുകൊണ്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാൻ ഞാൻ അയോഗ്യനാണ്. ഇത് ഉറക്കത്തിൻ്റെ സമയമാണ്. ദൈവം മനുഷ്യ ശരീരത്തിൽ വിശ്രമത്തിനായിട്ട് തന്നിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തെ അതിലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്രമം എടുക്കാതെ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ അതും ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. കാരണം അനേക മനുഷ്യർ പുറത്ത് കിടന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. അതേപോലെ തന്നെ ഈ രാത്രിയുടെ യാമങ്ങളിൽ അനേകം പേര് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന ഒരു സമയമാണിത്. അവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഈ മധ്യാഹ്നത്തിൻ്റെ, ഈ രാത്രിയുടെ മധ്യാഹ്നത്തിൽ വിളിച്ചിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ നമ്മളിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്, ഉറങ്ങാനല്ല കേട്ടോ. അതുകൊണ്ട് ഉറങ്ങുവോ, ഉറങ്ങുവോ, ഉറങ്ങുവോ? ഉറങ്ങാനല്ല. കണ്ണ് തുറന്ന് ഹൃദയം തുറന്നിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട്, ആ വചനം കേൾക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും വചനം മനനം ചെയ്യുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഈശോയാണ് അവിടെ ഇതിൽ വിരിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പല പ്രാവശ്യം ഇവിടുത്തെ പ്രേക്ഷിതരെയൊക്കെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷിതരുടെ ധ്യാനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കോവിഡ് ഇടിച്ച് പൊളിച്ച് പെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങളിവിടെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സംഭവം പെട്ടെന്ന് അധികാരികൾ എന്തോ ഇത്ര ദിവസത്തേക്ക് വീണ്ടും, ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് രണ്ടാമത്തെ ലോക്ക്ഡൗൺ വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളിവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിതർക്ക് ഞാനാണ് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആദ്യത്തെ 2.5 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഉച്ചയായപ്പോൾ പ്രശാന്തച്ചൻ നിന്നിട്ട് പറഞ്ഞു, സെബാസ്റ്റ്യൻ അച്ഛാ നമുക്ക് ധ്യാനം നിർത്താം, കാരണം പുറത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇവിടുന്ന് നമുക്ക് എന്തോ സർക്കാർ ലോക്ക്ഡൗൺ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ധ്യാനം നിർത്തി ഇവിടുന്ന് പോവുകയാണ്. ഇങ്ങനെയുള്ളത് 2020 അത് 2020 അവസാനം ആണ്, ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്.
അന്നാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒത്തിരി ഈ സ്റ്റേജിലൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് അവിടെ ഊട്ടുമുറിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശാന്തച്ഛൻ്റെ ലൈവ്, പഴയ ലൈവൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എൻ്റെ പ്രസംഗങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ബിജുചേട്ടനോട് പറയുമായിരുന്നു, പ്രസംഗങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടെന്ന്, കളഞ്ഞിട്ടില്ല, അതെല്ലാം അവിടെ കിടപ്പുണ്ടെന്ന് ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങോട്ട് പോരാൻ നേരത്തൊരു ചേട്ടൻ അച്ഛന് എവിടെ പോവാന്ന് ചോദിച്ചു ഈ രാത്രിയിൽ. ഞാൻ പറഞ്ഞു IMS ഇങ്ങനെ ഒരു രാത്രി നൈറ്റ് വിജിലിന് ഒരു ടോക്ക് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്, അതിന് പോവാന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, പണ്ട് ഞാനും നൈറ്റ് വിജിലിന് പോകുമായിരുന്നു. അന്ന് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് 3 ആൺമക്കളാണ്. അതിൽ ആദ്യത്തെ മകൻ ജനിച്ചു, രണ്ടാമത്തെ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ സുന്ദരനായ ഒരു മകൻ, ആ മകന് ദൃഷ്ടിദോഷം എന്നാണ്, എങ്ങനെയാണോ എനിക്ക് അദ്ദേഹം തന്നെ പറയാം, അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ് ദൃഷ്ടിദോഷം എന്നാണെന്ന് അറിയില്ല. സുന്ദരനായ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വലിവ് മറ്റു കാര്യങ്ങൾ വന്നു. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് ഈ രാത്രി, മാസത്തിലൊരിക്കൽ ഈ രാത്രി ആരാധനയിൽ നൈറ്റ് വിജിലിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പറയുകയാണ്. പിന്നീട് അത് തുടങ്ങിയതിൽ പിന്നെ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ആശുപത്രിയിൽ ആ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോരാൻ നേരത്ത് എന്നോട് ജസ്റ്റ് പറയുകയായിരുന്നു. അദ്ദേഹം ഈ വർഷത്തെ എൻ്റെ തിരുനാളിൻ്റെ പ്രസിദ്ധീയും കൂടിയാണ്. ഇന്നലെ വെള്ളിയാഴ്ച എൻ്റെ ഇടവകയിൽ ഉണ്ണീശോയുടെ തിരുനാൾ, ഉണ്ണീശോയുടെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ വികാരിയാണ് ഞാൻ. അവിടെ ഞങ്ങൾ ഇന്നലെ തിരുനാൾ നൊവേന ആരംഭിച്ചു. അതിൻ്റെ പ്രസിദ്ധീ കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ പെട്ടെന്ന് ഓർത്തുപോയതാണ്, ഈ രാത്രിയുടെ യാമങ്ങളിൽ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിലയില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കരുത്. അതിന് വിലയുണ്ട്. നമ്മുടെ മുമ്പിൽ നമുക്ക് 1:30 മണിവരെയാണ് എൻ്റെ സമയം തന്നിരിക്കുന്നത്. അതിൽ 20 മിനിറ്റ് ഇപ്പോൾ അവസാനിച്ചു. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് 2-3 വചനങ്ങൾ അതിനോട് ചേർന്ന് വയ്ക്കുന്ന മറ്റു വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. നിങ്ങൾ ഉറങ്ങാൻ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങും. മനസ്സ് വയ്ക്കാതെ കാതും ഹൃദയവും തമ്പുരാന് കൊടുക്കുകയാണെങ്കിൽ ഈ വചനങ്ങൾ കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഒന്നാമത്തെ വചനം, ഈ ഒരു മണിക്കൂറിൻ്റെ ഒരു അടിസ്ഥാന വചനമായിട്ട് ഞാൻ എടുക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകമാണ്. വെളിപാടിൻ്റെ പുസ്തകം, അതിൽ 3-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ഈ യോഹന്നാൻ ശ്ലീഹ നാടുകടത്തപ്പെട്ട് പാത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് അദ്ദേഹം 7 സഭകൾക്ക് എഴുത്തെഴുതുന്നുണ്ട്. അതിൽ ലവോദിയയ്ക്കായിലെ സഭയ്ക്ക് എഴുതുന്ന എഴുത്തിൽപ്പെട്ട 5 വചനങ്ങളാണ് ഈ വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ചൂടോ തണുപ്പോ ഉള്ള മനുഷ്യനായിട്ടാണ്, പക്ഷെ നിന്നെ ഞാൻ കണ്ടുമുട്ടിയത് ചൂടും തണുപ്പുമില്ലാത്ത മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നീ പറയുന്നു, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന്. ആയതിനാൽ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. രണ്ടാമത്തെ ഉപദേശം, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ എന്നിൽ നിന്ന് പരിശുദ്ധിയുടെ ശുഭ്രവസ്ത്രം വാങ്ങുക. 3-ാമത്തെ ഉപദേശം, നിന്റെ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആയതിനാൽ നീ അനുദപിക്കുക, തീഷ്ണതയുള്ളവനാവുക. ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ വന്ന് മുട്ടുന്നു. ആരെനിക്കായി വാതിൽ തുറന്നു തരുന്നുവോ അവൻ്റെ ഉള്ളിൽ ഞാൻ പ്രവേശിക്കും, അവനോടുകൂടെ ഞാൻ വസിക്കും, അവനോടുകൂടെ ഞാൻ ഭക്ഷിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ പലപ്പോഴെങ്കിലും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കി. ഈ വചനം കേട്ടിട്ടുള്ളവർ ധാരാളം പേര് ഈ വചനം കേട്ടിട്ടുണ്ട്. കാരണം ഇത് ധ്യാനഗുരുക്കന്മാരൊക്കെ എടുത്തിട്ട് അലക്കുന്ന ഒരു വചനമായത്. കാരണം ഇതിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്
ഇതിനോട് ചേർന്ന് പിടിച്ച് പോയി കഴിഞ്ഞാൽ ബൈബിൾ മുഴുവനും ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. ഇവിടെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് ചൂടോ തണുപ്പോ ഉള്ള മനുഷ്യനായിട്ടാ, പക്ഷെ ഞാൻ നിന്നെ കണ്ടുമുട്ടിയത് ചൂടും തണുപ്പും ഇല്ലാത്ത മന്ദോഷ്ണനായിട്ടാണ്. മന്ദോഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമില്ലാത്തവൻ അല്ലേ? ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻ്റ് എന്ന് പറയും. ഇൻഡിഫറൻ്റ്, നിസ്സംഗതയുടെ മനുഷ്യർ. അങ്ങനെ കാണാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കും. നമ്മളെയൊക്കെ കാണാൻ ജീവനുള്ള, കരുത്തുള്ള, പവറുള്ള മനുഷ്യരായിട്ട് കാണാനാണ് ദൈവം ആഗ്രഹിക്കുക. കാരണം ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് മോചനം കൊടുത്തിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ പറയുകയാണ്, ഈശോ വിളിച്ച് പറയുക, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന ആരും ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. വേറെ ആർക്കാ ഇങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ളത്? ഈശോ അല്ലാതെ ആരാ പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ രാഷ്ട്രപതിയോ? എനിക്ക് തോന്നുന്നത് മഹാത്മജി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എൻ്റെ ജീവിതമാണ്, അതിൽ കൂടുതൽ സന്ദേശമൊന്നും. പക്ഷെ ഈശോ പറഞ്ഞത്, ഞാനാണ് പ്രകാശം, ഞാനാണ് വെളിച്ചം, എന്നെ അനുഗമിക്കുന്ന ആരും ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. ഇത് പറയാനായിട്ട് ഉള്ളില് കരുത്തുള്ളവനെ പറയുള്ളൂ. ആത്മാവിൽ അഭിഷേകം നിറഞ്ഞവനായിരുന്നു ക്രിസ്തു. കാരണം അവൻ ദൈവം തന്നെയായിരുന്നു. ആ ദൈവം തന്നെയായിരുന്നവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ പ്രകാശമാണ്, നിങ്ങൾ എന്നെ അനുഗമിച്ചോളുക. അപ്പനല്ലേ, കുഞ്ഞുങ്ങളില്ലേ, കല്യാണം കഴിച്ചതല്ലേ ചേട്ടാ? അല്ലേ? ചേട്ടന് മക്കളോട് പറയാൻ പറ്റുമോ, ഞാനാണ് പ്രകാശം, എന്നെ അനുഗമിച്ചോളാൻ പറയാൻ പറ്റുമോ? പറ്റിയാലെന്ന്. അമ്മയല്ലേ, മക്കളില്ലേ, കല്യാണം കഴിച്ചതല്ലേ? ആണോ അല്ലേ? ആണ്. കൊച്ചുങ്ങളോട് പറയാൻ പറ്റുമോ, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്? മക്കളെൻ്റെ പുറകെ പോരാൻ പറയാൻ പറ്റുമോ? ദേ ഒരു അച്ഛനിവിടെ നിൽക്കുന്നു, പുരോഹിതനായ എനിക്ക് പോലും പറ്റണില്ല പറയാൻ, ഞാനാണ്, എൻ്റെ ഇടവജനത്തിനെ നോക്കി ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിച്ചോളാൻ പറയാനായിട്ട് പറ്റണില്ല. നമുക്ക് ആർക്കും പറ്റണില്ല എന്നേ. എന്താ പറ്റാത്തതിന് കാരണം എന്തി? അത് പറ്റാതെ വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ രാത്രി ഉറക്കവും കളഞ്ഞ് ഇവിടെ ഒന്ന് കുത്തിപ്പിടിച്ചിരിക്കണത്, ഇവിടെ ഇരുന്ന് ഉറങ്ങണത്. ഒന്നല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കൊതുകടിയും കൊണ്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. വീട്ടിൽ കിടന്നാൽ ഉറക്കിയലാത്തത് കൊണ്ടോ ഉറക്കം വരാത്തത് കൊണ്ടോ, രണ്ടും ആകാം. വീട്ടിൽ കിടന്നാൽ ചിലരെ ഉറക്കിയലാത്തത് കൊണ്ടും വീട്ടിൽ കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ടും IMS ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് ഉറങ്ങിയേക്കാവുന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന് ഉറങ്ങാൻ ആണോ? അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കണേ? എന്നാ ഉണർന്നിരിക്കും. വളരെ വീഴ്ത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, നിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ചൂടോ തണുപ്പോ ഉള്ള മനുഷ്യനായിട്ട്. ചൂടും തണുപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ടെമ്പറേച്ചറിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പല പല രോഗത്തിൻ്റെയും അടയാളങ്ങളാണ്. അപ്പം നമ്മൾ ആശുപത്രിയിലേക്ക് ഓടും, ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകും, മറ്റു കാര്യങ്ങൾ വൈദ്യനെ കാണാനായിട്ട് ഓടും, അല്ലെ ആയുർവേദോ ഹോമിയോയോ അലോപ്പതിയോ ഒക്കെ തേടി നമ്മൾ യാത്രയാവും. നമുക്കിപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറാണ്, നമ്മൾ ജീവനുള്ള മനുഷ്യരായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുക. ഈശോ അങ്ങനെയുള്ള നമ്മളെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ചൂടും തണുപ്പുമില്ലാത്ത ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്നുള്ള മനുഷ്യരായിട്ട് കാണാനല്ല ഈശോ ആഗ്രഹിക്കുന്നത്.
അതിനാണ് മന്ദോഷണരായിട്ട് കാണാനല്ല ഈശോ പറയണത്. ചൂടും തണുപ്പുമില്ലാത്ത മന്ദോഷണരായിട്ട് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം, മന്ദോഷണരാകാൻ കാരണം? അങ്ങനെ കണ്ടാൽ ഈശോ പറയുക, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. തുപ്പിക്കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണല്ലേ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഉള്ളിലെ വേസ്റ്റാണ് നമ്മൾ തുപ്പിക്കളയണത്. പിന്നെ ആ തുപ്പിക്കളഞ്ഞ സാധനം പിന്നെ നമ്മൾ അടിക്കുകയല്ല. അതേപോലെ ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ തുപ്പിക്കളയും. പിന്നെ ഈശോ തിരിച്ചെടുക്കില്ല നമ്മളെ. അതിന് കാരണം ഈശോ പറയുകയാണ്, നമ്മൾ തന്നെ പറയുന്ന കാര്യം. നീ പറയുന്നു ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന്. വേണ്ടാ, നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ ഞാൻ ഭാവം, നമ്മളുടെ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം. നീ പറയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ദൈവം പറയുക, നീ പറയുന്നു ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന്. സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് കിട്ടാണ് ആണോ? ചിലരുടെ സമ്പത്ത് അതായിരിക്കാം, ബാങ്ക് നിക്ഷേപങ്ങളും അല്ലെങ്കിൽ ഭൂസ്വത്തും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ചിലരുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ചിലരെ സംബന്ധിച്ച് അറിവ്, അവർ നേടിയെടുത്ത വിജ്ഞാനം അവരെ സംബന്ധിച്ച് വലിയ സമ്പത്താണ്. ആ അറിവിൽ അഹങ്കരിക്കുന്ന ചില മനുഷ്യരുണ്ട്. ചിലര് ധനത്തില്, ദ്രവ്യത്തില് അഹങ്കരിക്കുന്ന മനുഷ്യരുണ്ട്, സമ്പത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യരുണ്ട്. ചിലരുടെ സമ്പത്ത് എന്ന് പറയുന്നത് കായിക ബലമാ, ശാരീരിക ആരോഗ്യം. ഈ ശാരീരിക ആരോഗ്യത്തിൽ അഹങ്കരിച്ചിരുന്ന ചില മനുഷ്യരൊക്കെ ചില സമയത്ത് ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എവിടെയോ ചെറിയൊരു വേദന. ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയണത്, നമുക്ക് അവിടെ നിന്ന് ഒരിച്ചിരി സാധനം കുത്തിയെടുത്ത് ബയോപ്സിക്ക് വിടാം. നമുക്ക് ബയോപ്സിക്ക് വിട്ടുകഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്ന് ക്യാൻസറാണ്. ഈ കഴിഞ്ഞ ദിവസം വലിയൊരു മനുഷ്യൻ, എനിക്ക് ഏറ്റവും പരിചയമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ എഴുപന്ന വികാരിയായിരുന്നു. എഴുപന്ന ബൈജു, സിനിമാ നടൻ എഴുപന്ന ബൈജു. നിങ്ങൾ കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ വില്ലൻ കഥാപാത്രമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാം. എഴുപന്ന ബൈജുവിൻ്റെ അനിയൻ. ആൾ നല്ല മസിൽമാനൊക്കെ ആയിരുന്നു. ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാ ദിവസവും വർക്കൗട്ടൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ജിമ്മനായിരുന്നു. 49 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ എഴുവിന പള്ളിയുടെ പുറകോട്ട് നീണ്ടകര ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് മീൻ വളർത്ത പരിപാടിയൊക്കെ ഉണ്ട്. മരിച്ചിട്ടിപ്പോൾ 41 ഏതാണ്ടായി, 41-അടുത്തെത്തി. 49 വയസ്സും നല്ലൊരു ആചാനുബാഹുവായ ഒരു മനുഷ്യൻ. ഡെൽജു, എഴുവിന ബൈജുവിൻ്റെ അനിയൻ ഡെൽജുവിൻ്റെ കാര്യം ഞാനീ പറയണം. ഷെൽജു രാവിലെ കാപ്പിയും കുടിച്ചിട്ട് മീൻ നോക്കാൻ പോയതാ. അവിടെ അറ്റാക്കായിട്ട് വീണ് മരിച്ചു. ജിമ്മിന് പോയി വർക്കൗട്ടൊക്കെ നടത്തി നല്ല സെറ്റപ്പ് ബോഡി പവർഫുള്ളായി നടത്തുക. അറ്റാക്കായിട്ട് മരിച്ചുപോയി. കായികാരോഗ്യത്തിൽ അഹങ്കരിച്ചിരുന്നു. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്കൊരു രോഗവും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ. വേറെ ചിലർ നല്ല ബന്ധങ്ങൾ, എനിക്ക് ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്, അത് എൻ്റെ സമ്പത്താണെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ അവസാനിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് എടുത്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ സമ്പത്തായിട്ട് നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പല സാധനങ്ങളും. പക്ഷേ നമ്മളുടെ സമ്പത്തായിട്ട് നമ്മൾ ഒരു കാര്യം മാത്രം കൊണ്ട് നടക്കുന്നില്ല, നമ്മുടെ ഒടേ തമ്പുരാന് മാത്രം കൊണ്ട് നടക്കുന്നില്ല. ഒരിക്കലും അവൻ നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന്, നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പുള്ള തമ്പുരാന് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ടാ പറയുന്നത്, നീ പറയുന്നു ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മളുടെ, എൻ്റെയും നിൻ്റെയും ഉള്ളറിയുന്ന തമ്പുരാൻ എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കരുണാമയനാണ്. ദൈവം, ഞാൻ കരുണാമയനാണ്, നിന്റെ ഹൃദയത്തിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ വിവേചിച്ചറിയുന്നവനാണ് ഞാൻ. കേട്ടാ, നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ വ്യാപാരങ്ങളെ, ചെറു ചിന്തകളെ പോലും
വിവേചിച്ചറിയുന്നവനാണ് തമ്പുരാൻ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് പോയാൽ 23 പഴയ നിയമത്തിലെ പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് പോയാൽ അവിടെ 23 അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്. ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ പോലും എൻ്റെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല. ഇങ്ങനെയുള്ളവൻ മനുഷ്യനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുണ്ടെന്ന് നീ തിരിച്ചറിയുന്നില്ല. നീ ജനിക്കുന്നതിന് മുൻപേ, നീ ജനിച്ചതിന് ശേഷം, ഇനി നീ ആരാകണം, ഇപ്പോൾ നീ എന്താണ്, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നോക്കിക്കേ, നമ്മൾ മനുഷ്യർ പറയുക ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം? അച്ഛനും പോലും എൻ്റെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല. ശരിയല്ലേ? നമ്മൾ അപ്പനെ പേടിക്കുന്നു, ഭാര്യയെ പേടിക്കുന്നു, ഭർത്താവിനെ പേടിക്കുന്നു, നാട്ടുകാരെ പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാപം ചെയ്യണില്ല, ഇവരൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ എല്ലാം കാണുന്ന ദൈവത്തിനെ നമുക്ക് പേടിയില്ല. ഞാൻ പേടിക്കുന്നത് എൻ്റെ അപ്പൻ കാണും, എൻ്റെ അമ്മ കാണും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കാണും, എൻ്റെ ഭർത്താവ് കാണും, എൻ്റെ അധ്യാപകർ കാണും, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ കാണും. അതുകൊണ്ട് ഞാൻ തെറ്റു ചെയ്യുന്നില്ല. അവർ കണ്ടില്ലേ ഞാൻ തെറ്റു ചെയ്തേനെ. പക്ഷേ ഇവരെക്കാളൊക്കെ അപ്പുറത്ത് തമ്പുരാൻ്റെ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള തമ്പുരാൻ്റെ കണ്ണുകളെ നമ്മൾ മറന്നു പോകുന്നു എന്ന് തിരിച്ചറിയുക. നമ്മൾ പല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അങ്ങനെയാ. നമ്മളൊക്കെ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ മുട്ടിപ്പായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരൊക്കെ ഇങ്ങനെ കോട്ടുവായിട്ട് അങ്ങ് വിഷമിക്കുകയാണ്. ഈ രാത്രിയുടെ യാമങ്ങൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെടുന്നത് എന്തിനാ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, നീതിപൂർവമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ, സത്യസന്ധമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ വെളിപ്പുറത്ത് വരുമെന്ന്. ഇങ്ങനെ വന്നിരുന്ന് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നമ്മളെന്തേ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്? എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നീതിപൂർവകമായ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് കൊണ്ട്, ദൈവനീതിക്കെതിരായിട്ട് പല കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ആദവും ഹവ്വായും പർദീസയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് പാമ്പ് വന്ന് ഹവ്വായെ പ്രേരിപ്പിച്ച് തെറ്റിൻ്റെ വഴിയിലേക്ക് അവളെ കൊണ്ടുപോയത്. തെറ്റ് ചെയ്ത സായാഹ്നത്തിൽ ദൈവം പർദീസയിൽ വന്നപ്പോൾ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ആദവും ഹവ്വായും വരുന്നില്ല. കാരണം അവന് തന്നെ ലജ്ജയായി തുടങ്ങി. ഞാൻ തെറ്റ് ചെയ്തു, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ മാറി ഒളിച്ചു കളയുകയാണ് അവൻ. ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്. എന്ത് നീ പുറത്തേക്ക് വരാത്തത്? ഞാൻ നഗ്നനാണ്, എനിക്ക് നിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റുന്നില്ല, ഞാൻ നഗ്നനാണ്. അപ്പോഴാണ് ദൈവം പുരുഷവർഗത്തോട് ചോദിച്ചു. വെളിപാടിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാം തിരുവചനത്തിലെ അവിടെ ദൈവമായ കർത്താവ് പുരുഷനോട് ചോദിക്കുകയാണ്, പുരുഷ നീ എവിടെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 13-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ നീ എന്താണ് ചെയ്തത്? പുരുഷനോട് ചോദിച്ചത് എന്താണ്? പുരുഷ നീ എവിടെയാണ്? സ്ത്രീയല്ല പറയേണ്ടത്, പുരുഷനാ പറയേണ്ടത്. പക്ഷെ സ്ത്രീയാണ് ഉത്തരം തന്നത്, പുരുഷന് ഉത്തരം തന്നെയില്ല. പുരുഷനോട് എന്നതാ ചോദിച്ചത്? പുരുഷ നീ എവിടെയാണ്? സ്ത്രീയോട് ചോദിച്ചത് എന്നതാ? സ്ത്രീയെ നീ എന്താണ് ചെയ്തത്? സ്ത്രീ ചെയ്യേണ്ടാത്തത് ചെയ്യുമ്പോൾ പുരുഷൻ നിൽക്കേണ്ടാത്തടത്ത് നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-ാം തിരുവചനത്തില് ഈ സ്ത്രീയുടെയും പുരുഷനിൽ നിന്നും ജനിച്ച ആബേലും കയീനും, ആബേൽ എന്ന് പറയുന്ന നല്ല മനുഷ്യനെ കാളയുടെ കൈമുട്ടുകൊണ്ട് തല്ലിക്കൊന്ന് പാടത്തിട്ടിട്ട് വിജയശ്രീയിൽ ആളിതിനായിട്ട് നിൽക്കുന്ന സഹോദരൻ കായേൻ, സഹോദരനെ കൊന്നിട്ട് ജ്വലിച്ചു നിൽക്കുന്ന കായേൻ. ആ കായേനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-ാം തിരുവചനം. എന്നതാണത്?
കയീൻ നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ഈ ചോദ്യം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാന്നേ. ഈ ചോദ്യം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാന്നേ. ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്ന അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ എനിക്ക് ചോദ്യം ഇതാ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? നിന്റെ സഹോദരൻ ആബേൽ എവിടെ? എവിടെ? നിന്റെ സഹോദരി മറിയാമ്മ എവിടെ? നിന്റെ സഹോദരി ത്രേസ്യാമ്മ എവിടെ? നിന്റെ സഹോദരൻ ജോസഫ് എവിടെ? തോമസ് എവിടെ? ഈ ജോസഫിനെയും തോമസിനെയും ത്രേസ്യാമ്മയെയും ഒക്കെ ചവിട്ടി തേച്ച് അരച്ചിട്ടാണ് നീ ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നീ രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് കൊട്ടുപായിടുന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലാതാകുന്നു. ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ യാചിക്കുക എന്നുള്ളതല്ല. നമ്മുടെയൊക്കെ അങ്ങനെ അധപ്പതിച്ചു പോകുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ യാചിക്കുക, എനിക്ക് വിസ ശരിയാക്കി കിട്ടണം, എനിക്ക് കല്യാണം നടത്തി തരണം, എനിക്ക് വീട് പണിത് കിട്ടണം, എനിക്ക് വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ 9 രാത്രി പ്രാർത്ഥനയിൽ പങ്കുചേർന്നേക്കാം, അല്ലെങ്കിൽ 7 രാത്രി പ്രാർത്ഥനയിൽ പങ്കുചേർന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിയോഗം വെച്ച് ഇവിടെ വന്നിരുന്ന് കട്ടപ്പെട്ടുറങ്ങി രാത്രി പ്രാർത്ഥന എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നീ നിന്റെ സഹോദരനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. നീ നിന്റെ സഹോദരിയെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. സഹോദരനോടും സഹോദരിയോടുമുള്ള വെറുപ്പ് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയെ. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് കുർബാനയില്ലായിരുന്നു, വൈകിട്ടായിരുന്നു കുർബാന. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു, അച്ഛനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു പോര്, നമുക്ക് സംസാരിക്കാം. രാവിലെ 7:30 എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ സംസാരം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കണില്ല, എന്ത് ചെയ്താലും വിജയിക്കണില്ല, പരാജയപ്പെട്ടു പോവുകയാണ്. ഭാര്യയ്ക്കൊരു ജോലിയുണ്ട്, ആ ജോലിയുള്ളത് കൊണ്ട് ഭാര്യയുടെ കാശ് കൊണ്ടായി ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ത് ചെയ്താലും അയാൾ പല പല ബിസിനസ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പല പല ബിസിനസ്സുകൾ ചെയ്ത് തോറ്റു തുന്നം പാടുകയാണ്. ആൾക്ക് 2 സഹോദരന്മാർ കൂടിയുണ്ട്. സഹോദരന്മാര് 2 പേരും വേറെ വേറെ താമസിക്കുന്നു, ഇയാളും വേറെ താമസിക്കുന്നു. അപ്പനും അമ്മയും ഇപ്പൊ വീട്ടിലുണ്ട്. അവരുടെ കൂട്ടത്തിലൊരു സഹോദരിയുണ്ട്. സഹോദരി ഡയാലിസിസ് രോഗിയാണ്. സഹോദരി ഈ കിഡ്നി ഫെയിലിയർ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരിയെ കെട്ടിയ അവളെ ഉപേക്ഷിച്ചു. 2 മക്കളുണ്ട്. ഒരു മകനെ അവരെടുത്തു, ഒരു മകനെ ഇവരെടുത്തു. അങ്ങനെ 2 മക്കളെ വീതം വെച്ചു. ഇപ്പൊ ഈ ഡയാലിസിസ് നടത്താൻ പോലും പൈസയില്ല. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ എന്ത് ജോലി ചെയ്താലും കടങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് സ്ഥായിയായൊരു ജോലിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോലിയാണോ ഇങ്ങേരുടെ ആവശ്യം? ജോലിയാണ്. അതെ അച്ഛൻ, ജോലിയാണ് ആവശ്യം. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇയാളുടെ പ്രശ്നം ജോലിയല്ല, കടബാധ്യതയല്ലോ, ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇങ്ങേരുടെ കാർന്നവന്മാരോട് ഇങ്ങനെ എങ്ങനെയാ പെരുമാറുന്നത്? അപ്പനും അമ്മയും എങ്ങനെയാ? ഉടനെ ഇയാൾ കണ്ണങ്ങ നിറഞ്ഞു. അപ്പോഴാണ് ഇയാൾ ബാക്കി കഥകൾ പറഞ്ഞത്. അച്ഛാ, അപ്പനും അമ്മയും ഒറ്റയ്ക്കാണ്, അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റണില്ല, എന്നെക്കൊണ്ട് ത്രാണിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും മേടിച്ചിട്ടില്ല, ഞാൻ വേറെ മാറി താമസിക്കുന്നു. രണ്ടാമനും മാറി താമസിക്കുന്നു. ഇളയവൻ അവൻ സൗദിയിലൊക്കെ പോയി കുറേ കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോകുന്നത്. കുടുംബസ്വത്തൊക്കെ മുഴുവനും അപ്പന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, അതൊക്കെ ഒപ്പിട്ട് മേടിച്ചു. ചേട്ടന്മാർക്കൊന്നും കൊടുക്കാതെ അതെല്ലാം ഒറ്റയ്ക്ക് ഒപ്പിട്ട് മേടിച്ചു, കൈവച്ചു. അങ്ങനെ ഒരു നാള് ഈ മൂന്നാമൻ്റെ ഭാര്യ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്തിനാണെന്നറിയാവോ? അവർക്കുണ്ടായ 3ാമത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ. അവർക്കുണ്ടായ 3ാമത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ. അപ്പം അവർക്കത് വേണ്ട, പിന്നെ മതി. അപ്പം അവർക്ക് വേണ്ട. പിന്നെ അവർ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കണതല്ലേ 3ാമത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതറിഞ്ഞ് അപ്പനറിഞ്ഞ് അപ്പം മൂത്ത മകനെ വിളിച്ച്, മോനെ ഇതിങ്ങനെ ചെയ്യാൻ അരുതെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. അപ്പോഴാണ് അവരുടെ ഇടവകയിൽ നമ്മുടെ ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ്റെ ധ്യാനം നടക്കുന്നത്.
നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ്റെ ധ്യാനം നടക്കുന്നത്. ഈ മനുഷ്യനെ ഓടിച്ചെന്ന്, ഈ മൂത്ത മകൻ ഓടിച്ചെന്ന് കാപ്പിപ്പൊടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, കൊണ്ടുവാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടില്ല. പക്ഷേ കളഞ്ഞില്ല, കളയാനുള്ള മനസ്സ് അവൾക്ക് വന്നില്ല. പക്ഷേ പ്രസവ സമയത്ത് ഈ കുഞ്ഞ് പ്രസവിച്ചത് മരിച്ചു കിടക്കുന്ന കൊച്ചിനെയാണ്. ഉള്ളിൽ ഗർഭപാത്രത്തിൽ കുഞ്ഞ് മരിച്ചുപോയി. കാരണം ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉരുവായ സമയം മുതൽ ആ കുഞ്ഞിനെ ഇതിനെ വേണ്ട, ഇതിനെ വേണ്ട, ഇതിനെ വേണ്ട, ഇതിനെ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ ഈ അപ്പനും അമ്മയും നിഷേധിച്ചു. അത് മരിച്ചുപോയി ഉള്ളിൽ വെച്ച്. പിന്നെ അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. മൂന്നാമത്തത് പോയി, നാലാമത്തത് വീണ്ടും കുഞ്ഞുണ്ടായി. പക്ഷേ ഒരു കാര്യം പോയി, സമാധാനം, കുടുംബത്തില് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി. സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കും വെക്കാണോ. ഞാൻ ഇന്ന് ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഇങ്ങേരുടെ കടബാധ്യതയോ ഇങ്ങേരുടെ ജോലിയില്ലായ്മയോ ഒന്നുമല്ല നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം. ജീവന്റെ മേൽ നിങ്ങൾ കൈവച്ചു. ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നൊരു കുഞ്ഞിനെ നിങ്ങൾ വേണ്ട 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 എന്ന് പറഞ്ഞതിനെ മരണത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു. 127 സങ്കീർത്തനം പറയുന്നു, ഉദരഫലം അനുഗ്രഹീതമാണ്, മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് തള്ളിവിട്ടു. അവിടെയാണ് അതിൻ്റെ കാതലായ വിഷയം കിടക്കുന്നത്. അവിടെയാണ്. പിന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകൾ തകരും, നമുക്ക് രോഗപീഠകൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരാകും. ഒരു കുടുംബത്തിൽ 3 സഹോദരങ്ങളുടെ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും ഇല്ല. അവിടെ അപ്പനും അമ്മയും കരഞ്ഞ് ഒറ്റയ്ക്ക്, അതായത് എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത രീതിയിൽ പ്രായമേറിയായ അപ്പനും അമ്മയും ഒറ്റയ്ക്ക് ഈ ഒരു ഡയാലിസിസ് രോഗിയായ മകളെയും കൊണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ച ഡയാലിസിസ് രോഗിയായ മകളെയും കൊണ്ട് ആ മാതാപിതാക്കൾ അവിടെ കരയുക. ഈ മൂത്ത മകൻ തന്നെ പറയുക, ഈ മകൾക്ക് പ്രയാസം കൂടുമ്പോഴത്തേക്ക് ഈ പ്രായമുള്ള അപ്പൻ ചെന്ന് 80-88 വയസ്സായി, ഈ പ്രായമുള്ള അപ്പൻ കൈ ഇങ്ങനെ ഭിത്തിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തല വെച്ച് ഇടിക്കുമെന്നാണ് പറയുന്നത്. ഈ മനുഷ്യന്റെ കണ്ണുനീരിന് ഈ മക്കൾ ഉത്തരം പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, തമാശല്ല. നമ്മളൊക്കെ ഇങ്ങനെ വന്ന് ഇരുന്ന് രാത്രിയിലെ യാമങ്ങളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നീതിയുണ്ടോ എന്റെയും നിന്റെയും ജീവിതത്തില്? നീതിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നീതിയോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. അനീതി നിറഞ്ഞ മനുഷ്യരായിട്ടാണ് നീതിയുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോയി പണി നോക്കാൻ പറയൂ. അവൻ ഉറപ്പായിട്ടും പറയും, എന്റെയും നിന്റെയും പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം തരില്ല. പ്രഭാഷക പുസ്തകത്തിൽ പറയുന്നു, 3-ാമത്തെ അധ്യായം 8-9, 3-ാമത്തെ അധ്യായം മുഴുവനും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതിൽ 8-9 തിരുവചനങ്ങൾ പറയുന്നു, നിന്റെ പിതാവിന്റെ വാക്കുകളെ നീ ബഹുമാനിക്കുക, ആദരിക്കുക, ഇല്ലെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അടിത്തറയിളകും. നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മയുടെ കണ്ണ് നിറയാൻ നീ അനുവദിക്കരുത്. ആ കണ്ണുനീര് എക്കാലവും നിനക്ക് ശാപമായിട്ട് തീരുമെന്ന്. ജന്മം തന്ന അപ്പന്റെയും അമ്മയുടെയും കണ്ണ് നിറയ്ക്കരുത്. അത് കണ്ണ് നിറച്ചിട്ട് ഇവിടെ വന്നിരുന്ന് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ നിങ്ങൾ ഇവരെന്നെ വിളിച്ചില്ലേലും എനിക്ക് വിരോധമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം ഒരു ദിവസം നിരവധിയായ മനുഷ്യരെന്നെ കാണാൻ വരുന്നത് കൊണ്ട് പറയണതാ. ഒരു 100 പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90 പേരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ കാരണവന്മാരെ നോക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അനീതിപരമായിട്ട് വെട്ടിപ്പ്, തട്ടിപ്പ്, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ ചതിയും വഞ്ചനയും ഒക്കെയായിട്ട് സ്വത്തുക്കൾ പിടിച്ചു മേടിക്കുക, വഴക്കുണ്ടാക്കുക, സഹോദരനെ ശത്രുവായിട്ട് കാണുക, വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ പല വിധത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് ഓടി വന്നിട്ടും പറയുക. ഒത്തിരി പേരെന്നെ കാണാൻ വരുന്നത്. അവിടെ കാണാൻ വന്നിട്ട് പറയണ ഒറ്റ കാര്യം, അച്ഛാ ഭയങ്കര ബന്ധനം, അച്ഛാ ബന്ധനം. ഈ ബന്ധനത്തിന് കാരണക്കാരൻ ആരാ? പിശാചല്ല കേട്ടാ, പിശാച്. ഞാൻ അങ്ങോട്ട് നോക്കിയതിന് കാരണമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പിശാച്.
ചായല്ല ച. പിശാച് പാവം പുറത്ത് വെറുതെ നിൽക്കുക. പണ്ട് നമ്മുടെ മിക്കായേൽ മാലാഖയും കൂട്ടരും കൂടി അടിച്ചോടിച്ച ലൂസിഫറും കൂട്ടരും ഉണ്ടല്ലോ, അവരെയൊക്കെ വെല്ലണ പിശാചുക്കളാ ഞാനും നീയും ഒക്കെ. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ അല്ല എന്ന്? ആ ലൂസിഫറിനെയും കൂട്ടരെയും വെല്ലുന്ന പിശാചുക്കളാ. ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്തു നോക്ക്. ജന്മം തന്ന മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, സഹോദര ബന്ധത്തിൽ എങ്ങനെയാണ്? പ്രഭാഷകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ പറയുന്നു, ദൈവ തിരുസന്നിധിയിൽ ആദരണീയരായവർ 3 കൂട്ടർ. പ്രഭാഷകൻ 25:1-2 വചനങ്ങൾ. ഇങ്ങനെ ഉറങ്ങിയാൽ എന്താണെന്നറിയാമോ? കയ്യിൽ ആ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വചനമൊക്കെ പറയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാനായിട്ട് ആ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങൂല. ഉറങ്ങൂല. കാരണം ഇതിപ്പോ തെന്നാലി രാമന്റെ കഥ കേൾക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരികയല്ല, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ആ ബൈബിൾ വചനം കേൾക്കാൻ വരികയാണെങ്കിൽ കർത്താവിന്റെ വചനം കയ്യിലുണ്ടാവണം. ആ വചനം എടുത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് പോലെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇപ്പൊ ഏത് വചന ഞാൻ പറഞ്ഞത്? പ്രഭാഷകനെ ഏതെവിടെയാ പറഞ്ഞത്? ഏത് അധ്യായം, ഏത് വാക്യം? ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ കിടന്ന് തൊണ്ട പൊട്ടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു കാര്യമില്ല. ഇതിനു മുമ്പ് നമ്മുടെ യാക്കോബായ അച്ഛൻ വന്ന് ഇവിടെ, ഞാൻ മുഴുവൻ ടോക്കും കേട്ടോ. അവിടെ ഞാൻ എൻ്റെ ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ്റെ ടോക്ക്. അച്ഛൻ ഈശോയെക്കുറിച്ച് മാത്രം പറഞ്ഞു, ക്ഷമിക്കണം, പൊറുക്കണം, സ്നേഹിക്കണം, എന്നാലേ ഈശോ നിങ്ങളുടെ ഉള്ളിൽ കയറുള്ളത് യാക്കോബായ അച്ഛൻ പറഞ്ഞിട്ട് പോയി. അച്ഛന് പറഞ്ഞത് എല്ലാം തലയിൽ കയറിയോ? വല്ലതും ഓർക്കണുണ്ടോ? ഒന്നും ഓർക്കണില്ല. അതൊരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി പോയി. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ ഇവിടുത്തെ IMS അച്ഛൻ വന്ന് നൊവേനയും നടത്തി. അതിനിടയ്ക്ക് എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. IMS അച്ഛൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? 2 യുവാക്കൾ ജനിക്കാൻ പോകുന്നു, 2 പിള്ളേര്. ആരാണ്? യോഹന്നാനും ഈശോയും ജനിക്കുന്നു. അവന് എലിസ്വാമിയെയും മറ്റേ സക്കറിയായിനെയും തിരഞ്ഞെടുത്തു, മറിയത്തിനെയും ജോസഫിനെയും തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. വല്ലതും തലയിൽ കയറിയിട്ടില്ല. കാരണം നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്, നല്ല ഇടിവെട്ട ഉറക്കമായിരുന്നു ആ സമയത്ത്. അത് തലയിൽ കയറിയിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ തലയിൽ കയറുമോ? ഞാൻ പറയണ സമയം കൂടി ഓർക്കണം. മിഡ് നൈറ്റാണ്. അവരൊക്കെ ഉറക്കം വന്ന സമയത്താണ് പറഞ്ഞത്. ഞാനിപ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തലയിൽ കയറുമോ? തലയിൽ കയറണമെങ്കിൽ ബൈബിള് കയ്യിൽ വേണം. ബൈബിള് കയ്യിൽ വേണം. ഈ പ്രഭാഷകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ പറയുന്ന ദൈവ തിരുസന്നിധിയിൽ ആദരണീയരാകുന്നവർ 3 കൂട്ടർ. ഒന്നാമത്തെ കൂട്ടരാരാ? ഒരേ മനസ്സോടെ ജീവിക്കുന്ന സഹോദരങ്ങൾ. എങ്ങനത്തെ സഹോദരങ്ങൾ? ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങൾ. 2 ഉണ്ടാവട്ടെ, 3 ഉണ്ടാവട്ടെ, 4 ഉണ്ടാവട്ടെ, ഒരേ മനസ്സോടെ ജീവിക്കുന്ന സഹോദരങ്ങൾ. പറ്റുമോ? ഇന്ന് ആരാ ശത്രുക്കൾ? ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ആരാ ഈ കാലഘട്ടത്തിൽ? ഇന്ന് നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ആരാ ശത്രുക്കള്? സഹോദരങ്ങള്. ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന മക്കളാണ് കടിച്ച് കീറി തിന്നാൻ പാകത്തിന് നിൽക്കുകയാണ്. ഒരു ഇടവക വികാരിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. പ്രശാന്തത്തെ പോലെയുള്ള സന്യാസി അച്ഛന്മാർക്ക് ഇത് പറയാനായിട്ടാവില്ല. കാരണം ഇടവകയിൽ കിടന്നുകൊണ്ട് ഇത് മുഴുവനും കാണുന്നത് ഒരു ഇടവക വികാരിയായി ഞങ്ങളാ. ഒരു ഇടവക വികാരിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ഈ തമ്മിത്തല്ല് നന്നായിട്ട് കാണുന്നത് ആരുടെ കൂട്ടത്തിൽ നിൽക്കും? 3 സഹോദരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ സഹോദരൻ്റെ കൂട്ടത്തിൽ നിൽക്കുമോ, ഈ സഹോദരൻ്റെ കൂട്ടത്തിൽ നിൽക്കുമോ? ഈ ആരുടെ കൂട്ടത്തിൽ നിന്നാലും വിചാരിച്ചിന് തെറി ഉറപ്പാ. ആരുടെ കൂട്ടത്തിൽ നിന്നാലും വിചാരിച്ചിന് തെറി ഉറപ്പാ. അപ്പോൾ എല്ലാത്തിനെയും പുറത്തടിക്കേണ്ടി വരും, ഗെറ്റൗട്ട് അടിക്കേണ്ടി വരും. പ്രശാന്തരച്ചനൊക്കെ ഇവിടെ ഇരുന്നാൽ മതി, IMS ഇരുന്നാൽ മതി. തെറി അടിയും കിട്ടണത് ഞങ്ങൾക്കാ, ഇടവകകാരിമാർക്കാ. മനസ്സിലായ? ഒരേ മനസ്സോടെ ജീവിക്കുന്ന സഹോദരങ്ങൾ ഇല്ല. അങ്ങനത്തെ സഹോദരങ്ങൾ പ്രയാസ കണ്ടുകിട്ടാൻ. വളരെ റയർ പീസസ് എവിടെയെങ്കിലും കിട്ടിയാലായി. 2ാമത്തെ കൂട്ടര് ഒരേ മനസ്സോടെ ജീവിക്കുന്ന അയൽവക്കക്കാര്. തിത്തൈ തകതിമി തിത്തൈ.
ഒരേ മനസ്സോടെ ജീവിക്കുന്ന അയൽവക്കക്കാര് ഒന്ന് പോച്ചാ പോയി പണി നോക്കാൻ പറയും. അർദ്ധരാത്രി വന്നിട്ട് വേണ്ടാതിനും വിളിച്ച് പറയരുതെന്ന് പറയും അല്ലേ? കണ്ട കടിച്ച് തിന്നാനായിട്ട് കാത്തു നിൽക്കുന്ന അയൽവക്കക്കാര് വെയിൽ മാറ്റിയും പത്തല് മാറിയും മന്തിയും അവനിട്ടും ഇവനിട്ടും ഒക്കെ കൊണ്ട് നമ്മുടെ കോഴീനെ അയൽവക്കത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായത്, ഒരു വലിയ കേസ് കൊണ്ടുണ്ടായതാ. ഇവിടുത്തെ കോഴി പറന്ന് അപ്പുറത്തേക്ക് പോയി. കോഴീനെ പിന്നെ ഇങ്ങോട്ട് വിട്ടില്ല, കോഴി കറിയായിപ്പോയി. ഇവര് കോഴീനെ അന്വേഷിച്ച് നടക്കുക. അപ്പുറത്ത് നല്ല കോഴിക്കറിയുടെ മണം വന്നു. കോഴീനെ വിട്ടില്ലെന്നേ. അതിൻ്റെ പ്രശ്നം തീർക്കാൻ പിന്നെ അതിൻ്റെ പുറകെ കോഴിക്കറിയുടെ പ്രശ്നം തീർക്കണം, അതും അച്ഛൻ്റെ പണിയാണ്. വറ്റിപ്പോയ കോഴീനെ പിന്നെ എവിടുന്ന് കൊടുക്കും? കാശ് കൊടുത്ത് അവസാനിപ്പിക്കുക, അല്ലാണ്ട് പറ്റില്ല. അത് അതിൻ്റെ കാരണം എന്താ? അവൻ്റെ കോഴി എൻ്റെ പറമ്പിൽ വന്ന് അവിടെ ചിക്കി. ബാലിശമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ 2024 വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ തമ്മിലടിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയണത്. നമ്മുടെ അയൽവക്കക്കാർ തമ്മിലടിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയണത്. നമ്മൾ ഏത് യുഗത്തിലായി നിൽക്കണത്? AI യുഗത്തിലാണ് നിൽക്കണത്. നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI സാധനം പാട്ട് പാടിത്തരും. എന്ത് ചോദ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരുന്നൊരു യുഗത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോഴും അയൽവക്കക്കാരെ മാന്തിയും ചൊറിഞ്ഞും നിൽക്കണത്, അതിൻ്റെ ശത്രുതയും വൈരാഗ്യമായിട്ട് നിൽക്കണത്. ഒരേ മനസ്സോടെ ജീവിക്കാത്ത അയൽവക്കക്കാരെ ദൈവദർശനതയിൽ ആദരണീയരല്ല. ഇനി അടുത്ത 3-ാമത്തെ കൂട്ടരെ കുറിച്ച് പറയണേനെന്നറിയാവോ? ഒരേ മനസ്സോടെ ലയിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ദൈവദർശനയിൽ ആദരണീയരായവരാണ്. ഒരേ മനസ്സോടെ ലയിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഉണ്ടോ? ഇത് ചതിയും വഞ്ചനയാണ്. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയും ഭാര്യയെ ചതിക്കുന്ന ഭർത്താവും. അപ്പൊ നിങ്ങൾ പറയും, എൻ്റെ ഭാര്യ എന്നെ ചതിക്കുന്നില്ല, എൻ്റെ ഭർത്താവിനെ ചതിക്കില്ല. ഞങ്ങൾക്കല്ലേ അറിയാവുള്ളത്, ഞങ്ങൾക്കല്ലേ അതറിയാവുള്ളൂ. ബാക്കി ഞാൻ പറയണില്ല, ഊഹിച്ചാൽ മതി. ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ചതി. ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ വിശുദ്ധിയും ഒക്കെ കളങ്കം വരുത്തിക്കൊണ്ട് അങ്ങ് പാറി നടക്കുക. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാവോ? അവരിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ലോക പരാജയമായിട്ട് പോവുകയാണ്. ഇന്ന് മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ ഓടി വന്നിട്ട്, അച്ഛാ മകൻ ഒരു രക്ഷയില്ല, അച്ഛാ അനുസരിക്കണില്ല, പറഞ്ഞിട്ട് കേൾക്കണില്ല. എൻ്റെ അടുത്ത് മക്കളുടെ പരാതിയായിട്ട് വരുന്നവരോട് ഞാൻ പറയും, ശരി ഞാൻ കൊച്ചിനെ കേൾക്കാം, മോനൊന്നിച്ചിരി നേരം അല്ലെങ്കിൽ മോളൊന്നിച്ചിരി നേരം പുറത്ത് നിന്നിട്ട് അപ്പനും അമ്മയും ഒന്ന് അവിടെ ഇരുന്നേ. ഈ കൊച്ചുങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞു വരുന്ന മാതാപിതാക്കളെ ആദ്യം അവരെ നോക്കണം. ഏറ്റവും വലിയ പരാജയം ആ മാതാപിതാക്കളായിരിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സാക്ഷ്യ ജീവിതം കൊടുക്കാൻ സാധിക്കാത്ത മാതാപിതാക്കൾ. സഹനമുണ്ട്, സാക്ഷ്യ ജീവിതത്തിന് സഹനമുണ്ട്. ഉറപ്പായിട്ടും സാക്ഷ്യ ജീവിതം കൊടുക്കണമെങ്കിൽ സഹിക്കണം. ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. വേദനയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവജനങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അപ്പൻ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എടാ മിണ്ടാതിരിക്കടാന്ന്, താൻ പോടോ, തന്നെ പണി നോക്കൂ. മകൻ അപ്പനോട് പറഞ്ഞതാ, താൻ പോടോ, തന്നെ പണി നോക്കൂ. മകൻ അപ്പനോട് പറഞ്ഞതാ. ആ മനുഷ്യൻ നിന്ന് ഉരുകിപ്പോയി അവിടെ നിന്നുകൊണ്ട്. ആ അപ്പനെന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്. ഈ അടുത്ത നിമിഷത്തിൽ ആരാധന തുടങ്ങിയ നമ്മൾ ഒരു 10-25 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശാന്തച്ചൻ ഇവിടെ വന്ന് ആരാധന എടുത്തു വയ്ക്കും. ദിവ്യകാരുണ്യം, മാംസവും രക്തവുമുള്ള ഈശോ, ജീവിക്കുന്ന ഈശോയെ പരസ്യമായ വണക്കത്തിന് എടുത്തു വെച്ചിട്ട് ആരാധനയുടെ മുമ്പിലേക്ക് നമ്മൾ വരികയാണ്. ആ ആരാധനയുടെ മുമ്പിലിരുന്ന് ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്തരത്തിലുള്ള വഞ്ചനയും ചതിയും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാ. അതുകൊണ്ടാ
വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. നീ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കതിനും കുറവില്ല എന്ന് നീ പറയുന്ന, അതാണ് ഇത്രയും നേരം വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പറയുന്ന നമ്മളോട് ഈശോ പറയുക, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനാ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈശോ നമ്മളോട് പറയുക, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. 5 കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളാണ് പറഞ്ഞത്. പണ്ടാരാണ്ട് ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ്, ഒരു ബിഷപ്പിനെ ഒരു പേരെ വിളിച്ചുള്ളൂ നികൃഷ്ടജീവിന്ന്. അല്ലേ? എന്തൊരു ഹാലിളകളായിരുന്നു. ഈ കർത്താവ് ചമ്മിച്ചുക 4 കൂടി ആഡ് ചെയ്തു. നീ നികൃഷ്ടനും നീ ദയനീയനും നീ ദരിദ്രനും നീ അന്ധനും നീ നഗ്നനുമാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാ പറയുന്നു. ആർക്കും ഒരു പരാതിയില്ല നീ. കാരണം അവനവൻ്റെ നെഞ്ചത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ടെന്നേ. നമ്മളുടെ അന്തരംഗം തിരിച്ചറിയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഉപദേശിക്കുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നീ ധനികനാകണമെങ്കിൽ നീ നോട്ടുകെട്ടുകൾ കൊണ്ട് ഡിപ്പോസിറ്റ് ഇട്ട് അല്ലെങ്കിൽ ഭൂസ്വത്തുകൾ കൊണ്ട് നീ വലുതാവുകയോ അല്ലെങ്കിൽ വലിയ മണിമന്ദിരങ്ങൾ പണിക്കുകയോ നീ വലിയ വിലക്കൂടിയ കാറുകൾ മേടിക്കുകയോ അല്ലെ ആടയാഭരണങ്ങൾ നീ മേടിച്ച് സൂക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് നീ ധനികനാകുകയല്ല വേണ്ടത്. നീ ധനികനാകണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഇവിടെ സക്രാരിയില്ല. ആ സക്രാരിയിൽ പള്ളി കൊള്ളുന്ന തമ്പുരാൻ ഇപ്പോൾ വരൂ. ഈശോ ഇവിടെ ഒരു 10-25 മിനിറ്റ് കൂടി കഴിയുമ്പോൾ തമ്പുരാൻ ഇവിടെ വരും. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്ന് പറയുന്ന ദിവ്യകാരുണ്യം, ആ ദിവ്യകാരുണ്യത്തിൻ്റെ ഉപാസകനും ഉപാസകയുമാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വെറുക്കാൻ പറ്റില്ലെന്നേ. നമ്മളൊക്കെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തമ്പുരാനോട് തന്നെ 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 എനിക്ക് അത് തന്നെ, എനിക്ക് ഇത് തന്നെ, എനിക്ക് മറ്റേത് തന്നെ, എനിക്ക് മറിച്ചത് തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലാണ്ട് അതൊന്നും പ്രാർത്ഥനയല്ലെന്നേ. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈശോയെ ആരാധിക്കാൻ നമ്മൾ മറന്നു പോകുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഈശോയെ. നമ്മൾ ആരാധിക്കണില്ലെന്നേ. നമ്മൾ വെറും യാചകരായിട്ട് ഇവിടെ വന്നിരിക്കുക. ഒരു യാചകൻ പുറത്തിരുന്നുകൊണ്ട് നമ്മളോട് തെണ്ടുക, വല്ലതും തരണേ എന്നും പറഞ്ഞ് നമ്മളോട് തെണ്ടുമ്പോഴത്തേക്ക് നമ്മൾ വലിയ ഭാവത്തിൽ കയ്യിലിരിക്കുന്ന ഒരു 10 നോട്ട് എടുത്ത് അവനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി ചില്ലറ പൈസ എടുത്ത് ഇട്ട് കൊടുക്കുന്നത് പോലെ ആ യാചകനെ പോലെ നമ്മളും തമ്പുരാന്റെ മുമ്പിലിരുന്ന് വെറും യാചിക്കുന്ന യാചകരായിട്ട് മാത്രം മാറുക. മറിച്ച് തമ്പുരാന്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ താതാത്മ്യപ്പെടാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലെന്നേ. നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമായി പോകുന്നതിന്റെ കാരണമതാ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിന്റെ കാരണമതാ. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ രാത്രിയെ നിങ്ങൾ അനുഗ്രഹമാക്കണമെങ്കിൽ, ഞാൻ തുടക്കത്തിലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാൻ പറഞ്ഞു. ഈ രാത്രി നിനക്ക് അനുഗ്രഹമാകുമെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. 4 പേരോടെങ്കിലും പറയാൻ പറഞ്ഞു. ഈ രാത്രി അനുഗ്രഹമാകണമെങ്കിൽ ഇവിടെ എഴുന്നള്ളി വരുന്ന തമ്പുരാന്റെ ആത്മാവും ഞാനും തമ്മിൽ ഒന്നാകണമെന്നേ. നിന്റെ യാചനകളൊക്കെ എടുത്ത് മാറ്റിവെക്ക്. നിനക്ക് അത് നടക്കണം, ഇത് നടക്കണം, മറ്റത് നടക്കണം, രോഗം മാറണം എന്നുള്ള യാചനകളൊക്കെ എടുത്ത് മാറ്റിവെക്ക്. നമ്മളെക്കാൾ മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ അതെല്ലാം സാധിക്കും. പക്ഷേ ഒറ്റ കാര്യം, നമ്മൾ ദൈവവുമായിട്ട് ഒന്നാകണം. തമ്പുരാന്റെ ആത്മാവുമായിട്ട് ഒന്നാകാൻ നമുക്ക് സാധിക്കുമോ? അതാണ് പറയണത്, നീ ധനികനാകണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ആ ദിവ്യകാരുണ്യത്തിന്റെ ഉപാസകനും ഉപാസകയുമായി ഞാൻ മാറണം. 2ാമത്തെ ഉപദേശം പറയുകയാണ്, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ എന്നിൽ നിന്ന് പരിശുദ്ധിയുടെ ശുഭ്രവസ്ത്രം വാങ്ങുക. നഗ്നത എന്ന് പറഞ്ഞാൽ എന്നതാ? പാപമാ. നഗ്നതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആദം പറഞ്ഞു, ഞാൻ നഗ്നനാണ്, എനിക്ക് ഇതിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റണില്ല. എവിടെയാ ആദം? നീ എവിടെ പോയി? അങ്ങനെ ചോദിക്കുന്ന ദൈവത്തിനോട് ആദം പറയുക, ഞാൻ നഗ്നനാണ്, എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ പറ്റണില്ല. ശിരസ്സുയർത്തി നടു നിവർത്തി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അതാണ് നഗ്നത എന്ന് പറയുന്നത്. ഒരു പുരോഹിതനായി എനിക്ക് വിശ്വാസഗണത്തിന്റെ മുമ്പിൽ, ദൈവജനത്തിന്റെ മുമ്പിൽ എൻ്റെ ശിരസ് ഉയർത്തി നടു നിവർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ നഗ്നനാണെന്നേ. എന്തുമാത്രം അടച്ചുപൊട്ടിട്ടുള്ള തുണി എടുത്തു കഴിഞ്ഞാലും ഞാൻ നഗ്നനാണ്. ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ ശിരസ് ഉയർത്തി നടു നിവർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ നഗ്നത കടന്നു വരികയാണ്. ജന്മം നൽകിയ മാതാപിതാക്കളുടെ മുമ്പിൽ ശിരസ് കുനിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, നട്ടൽ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ നഗ്നത കടന്നു വരികയാ.
നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ എന്നിൽ നിന്ന് പരിശുദ്ധിയുടെ ശുഭ്രവസ്ത്രം വാങ്ങുക. ദിവ്യകാരുണ്യത്തിന്റെ സമയം നോക്കണ്ട. വല്ലയിടത്തും പോകാനുണ്ടോ? എങ്ങും പോകാനില്ലല്ലോ. ഇത് തീർന്നിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കി. കേട്ട് മടുത്തോ? എന്നാ അവിടെ ഉറച്ചവിടെ ഇരിക്കി. സമയം നോക്കിയിട്ട് ഏതായാലും കട്ടപ്പെട്ട് ഇവിടം വരെ വന്ന് അപ്പൊ പിന്നെ സമയമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കി. വലത് കരി വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താന്ന് അങ്ങ് സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അവസ്ഥ. എങ്ങും പോകാനില്ല, എന്നാലും സമയം എത്രയായെന്ന് നോക്കുക. ഇയാളിഞ്ഞ് എപ്പോഴാ ഇറങ്ങി പോണതെന്നുള്ളൊരു ചിന്തയാ. എന്നാ അയാൾ പറയേണ്ടത് കർത്താവിന്റെ വചനമാണ് എന്നൊന്ന് കേട്ടേക്ക, എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് കേട്ടേക്ക. ഇല്ലില്ല, അയാൾ എപ്പോഴാ പോണത്? അപ്പൊ അടുത്തിരിക്കുന്ന ആള് പറയണേ തീർന്നില്ല, അരമണിക്കൂർ കൂടിയുണ്ട്. അയാൾ മാറി മറ്റേ ആള് വന്നെങ്കിൽ ഇനി അരമണിക്കൂർ കൂടിയുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ. നീ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അമ്മച്ചിനെ കുറ്റം പറഞ്ഞതല്ല. എൻ്റെ അമ്മച്ചിയുടെയൊക്കെ അവസ്ഥ ഇതാ. കാരണം അടുത്ത അവറിലാണ്, അടുത്ത ആരാധനയുടെ സമയത്ത് പ്രശാന്തച്ഛൻ വരും. അപ്പൊ അവിടെ കർത്താവല്ല അനുഗ്രഹിക്കണത്, പ്രശാന്തച്ഛൻ്റെ അനുഗ്രഹം കടന്നു വരാതിരിക്കുക. അവിടെ കർത്താവിന് അവിടെ നോ റോൾ ഇല്ലേ. അടുത്ത അരമണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ വാക്കിൽ തന്നെ പരിഹാസമുണ്ട്. പക്ഷെ ആ പരിഹാസത്തിന്റെ പിന്നിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുടെ കഥകളുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. നമ്മൾ ചേർന്ന് ലയിക്കേണ്ടത് തമ്പുരാനുമായിട്ടാണ് ലയിക്കേണ്ടത്. തമ്പുരാനുമായിട്ട് ലയിച്ചില്ല എങ്കിൽ ഇങ്ങനെയൊക്കെയാ. മൂന്നാമത്തെ, അതുകൊണ്ട് നഗ്നത. എൻ്റെ ശിരസ് എവിടെയെങ്കിലും കുനിഞ്ഞു പോയാൽ, എൻ്റെ നട്ടല് വളഞ്ഞു പോയാൽ, എനിക്ക് നേരെ നിൽക്കാൻ ത്രാണിയില്ലാതെ വരുമ്പോൾ ഞാൻ നഗ്നനാണെന്നേ. അതുകൊണ്ട് എല്ലാ നഗ്നതയും മാറ്റിത്തരുന്ന ആ ശുഭ്രവസ്ത്രം, ദിവ്യകാരുണ്യമാകുന്ന ശുഭ്രവസ്ത്രത്തിൻ്റെ ഉടയാടെ ഞാൻ എടുത്ത് അണിയണം. അതിൻ്റെ ഉപാസകനും ഉപാസികയുമായിട്ട് ഞാൻ മാറണം. മൂന്നാമത്തെ ഉപദേശം ഈശോ പറയുന്നത് ഇങ്ങനെയാ. എന്നതാ പറയുന്നത്? നിന്റെ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങ്. അഞ്ജനം പരിശുദ്ധാത്മാവാ. കണ്ണുണ്ടെന്നേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാഴ്ചയില്ലേ? കാഴ്ചയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആ ചേച്ചിയോടൊക്കെ പറ, കഴുത്തൊക്കെ ഒടിഞ്ഞു പോവും. എൻ്റെ പൊന്നെ ദൈവമേ, കിടക്കണം മലന്നങ്ങ് പോവും. ആരെങ്കിലും ഒന്ന് കൈ താങ്ങി കൊടുത്തേക്കണേ. വലുതേറി പറഞ്ഞു ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അന്തരല്ലല്ലോ. അത്യാവശ്യം കാഴ്ചയില്ലേ? കണ്ണട ഊരിയാലും കാഴ്ചയില്ലേ? ചിലരൊക്കെ കണ്ണട വെച്ചിട്ടുണ്ട്, ഉണ്ട്. പക്ഷെ കാണേണ്ടത് വല്ലതും കാണണുണ്ടോ? ചേച്ചി എന്ത് ചിരിച്ചത്? കാണേണ്ടത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കാണേണ്ടതൊന്നും കാണുന്നില്ലെന്നേ. തമ്പുരാന്റെ കണ്ണിലൂടെ കാണണം. നമ്മൾ പണ്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പാടിയൊരു പാട്ടുണ്ട്, അറിയാമോ? അത് എന്നതാ? വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നിട്ട് ആ പാട്ടിൻ്റെ രണ്ടാമത്തെ, ആദ്യത്തെ പല്ലവി, അത് കഴിഞ്ഞ് അടുത്ത് വിട്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് കിടക്കുമ്പോൾ അവിടെ പറയുന്നു, എന്നെ നീ കാണുന്ന പോൽ എന്നെ ഞാൻ കാണുവാനായി എന്നയനങ്ങൾക്കു നീ വെളിച്ചം തരേണമേ. എന്നതാണ്? എന്നെ നീ കാണുന്ന പോൽ എന്നെ ഞാൻ കാണുവാനായി എന്നയനങ്ങൾക്കു നീ വെളിച്ചം തരേണമേ. എന്നെ നീ കാണുന്നത് പോലെ, തമ്പുരാനെ എന്നെ നീ കാണുന്നത് പോലെ എനിക്ക് എന്നെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് നീ വെളിച്ചം തരണമേ. ഈശോയുടെ കണ്ണിലൂടെ ഞാൻ എന്നെ കാണണം. ഈശോയുടെ കണ്ണിലൂടെ ഞാൻ നിന്നെ കാണണം. എൻ്റെ കണ്ണിലൂടെ കണ്ടാൽ പോരാ. അതാണ് നമ്മൾ കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, പക്ഷെ കാണേണ്ടത് കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ഈശോയുടെ കണ്ണിലൂടെ കാണാൻ നമുക്ക് പറ്റണില്ല. ഇതൊക്കെ എൻ്റെ മുമ്പിരിക്കുന്ന ഈ തലമുറയോട് പിന്നെയും പറയാം. ഇന്നത്തെ യുവജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ,
അവരെന്നെ കസേരയെടുത്തിട്ട് അടിക്കും, ഉറപ്പാ. അവരോടൊന്നും ഇത് പറയാൻ പറ്റില്ല. ഇന്നത്തെ യുവതലമുറയോടൊന്നും ഇത് പറയാൻ പറ്റില്ല. അവർ കസേരയെടുത്തിട്ട് തന്നെ അടിക്കും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ കാണുന്നത്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം അതാ. അത് കഴിഞ്ഞ് വീണ്ടും 19-ാം തിരുവചനത്തിലേക്ക് വരികയാണ്. അവിടെ കൊണ്ട് 3 ഉപദേശം തീർന്നേ. അത് കഴിഞ്ഞ് 19-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയും, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ദേ കിടക്കണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് പറയണം? നീ അനുതപിക്കുക, തീഷ്ണതയുള്ളവനാവുക. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ അനുതപിക്കുക, തീഷ്ണതയുള്ളവനാവുക. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. സ്നേഹിക്കുന്നവര് അല്ലെ തെറ്റിപ്പോയാലല്ലേ നമ്മൾ തിരുത്തുള്ളൂ. ഒരു പോക്ക് പോയവനെ നമ്മൾ തിരുത്താൻ പോകില്ലല്ലോ. അപ്പൊ കർത്താവ് നമുക്ക് ചെറിയ സഹനങ്ങളൊക്കെ തരും. ഈ കൊച്ചു കൊച്ചു സഹനങ്ങൾ തരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുറകോട്ട് പോവുക. ഞാൻ എൻ്റെ ഒരു എക്വേഷൻ ഉണ്ട്, ഗോ ബാക്ക് ആൻഡ് റീകോൾ ആൻഡ് റീതിങ്ക്. പുറകോട്ട് പോവുക, തിരിച്ചു വിളിക്കുക, പുനർവിചിന്തനം ചെയ്യുക. ഞാൻ എൻ്റെ 3 ദിവസത്തെ 5 ദിവസത്തേക്ക് ധ്യാനത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത്. പുറകോട്ട് പോവുക, ഗോ ബാക്ക് ആൻഡ് റീകോൾ, തിരിച്ചു വിളിക്കുക, then you rethink, പുനർവിചിന്തനം ചെയ്യുക. എന്ത്? our life, നമ്മുടെ ജീവിതം. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് ഈശോ എന്നെ സ്നേഹിച്ചു, എന്നെ ശാസിക്കുകയും ശിക്ഷിക്കും? എനിക്ക് ചെറിയ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പുറകോട്ട് പോകണം. എനിക്ക് ഇടറിപ്പോയ മേഖലകൾ, എൻ്റെ കാലിടറിയ നിമിഷങ്ങൾ, എൻ്റെ മനമിടറിയ നിമിഷങ്ങൾ, എൻ്റെ കണ്ണിടറിയ നിമിഷങ്ങൾ, എൻ്റെ വിചാരങ്ങൾ ഇടറിയ നിമിഷങ്ങൾ, ഞാൻ അനീതിപരമായിട്ട് ജീവിച്ചു തുടങ്ങിയ നിമിഷങ്ങളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു പോകണം. തിരിഞ്ഞു പോയിട്ട് തെറ്റിയെടുത്തെന്ന് തിരുത്തി തിരികെ വരാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ, അടുത്ത വചനം കർത്താവ് പറയാണ്, ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. ആരെനിക്കായി വാതിൽ തുറന്നു തരുന്നുവോ അവന്റെ ഉള്ളിൽ ഞാൻ പ്രവേശിക്കും, അവനോടുകൂടെ ഞാൻ വസിക്കും, അവനോടുകൂടെ ഞാൻ ഭക്ഷിക്കും. 3 വാഗ്ദാനങ്ങളാണ് കർത്താവ് തരുന്നത്. വെളിപാട് 3:20. ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. പിശാചാണ് എന്ത് ചെയ്യും? ഇടിച്ചു കയറും. അവൻ ഇടിച്ചു കയറും. ഈശോ വന്നിങ്ങനെ മുട്ടുക, ടക് 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 ടക്. തുറന്നു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ തുറന്നു കൊടുക്ക്. കർത്താവ് അകത്തു കയറും, നിന്നോടുകൂടെ വസിക്കും, നിന്നോടുകൂടെ ജീവിക്കും. പക്ഷെ തുറന്നു കൊടുത്തിട്ട് അവൻ കയറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പരിശുദ്ധമായിരിക്കണം ജീവിതം. പകയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, പകശൂന്യമില്ലാത്ത, വെറുപ്പില്ലാത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. ഈ പറഞ്ഞതൊക്കെയാണ് പിശാചെന്ന് വിളിക്കുന്ന സാധനങ്ങൾ. നമ്മൾ ഈ അറുക്കപ്പൊടി കണ്ടിട്ടുണ്ടോ? അറുക്കപ്പൊടി കണ്ടിട്ടുണ്ടോ? അർക്കമില്ലിൽ നിന്ന് നമ്മൾ തീ കത്തിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു സാധനമാണ്. ഇത് കൂട്ടിയിട്ടിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആളിക്കത്തുവോ? ആളിക്കത്തില്ല. അത് പുകഞ്ഞ് പുകഞ്ഞ് നീറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പുറമേ ഒന്നും കാണില്ല, അകത്തേക്ക് തീയങ്ങ് കയറി പിടിച്ചിട്ട് പുകഞ്ഞ് പുകഞ്ഞ് നീറിക്കൊണ്ടിരിക്കും. അവസാനം അത് കത്തി അമർന്നു പോകും. ഇതുപോലെയാണ് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക, കുശുമ്പ്, കുന്നായ്മയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ അറുക്കപ്പൊടി കത്തി അമരുന്നത് പോലെ ഇങ്ങനെ അമർന്നു പോകും. നമ്മൾ തൊടുന്നിടത്തൊക്കെ പരാജയമായിരിക്കും നമുക്ക്. നമ്മൾ ഈ കുമ്പസാരക്കൂട്ടിലൊക്കെ പോയി നമ്മൾ കുമ്പസാരി, ഇന്നിപ്പോൾ എത്രയോ അവിടെ കുമ്പസാരം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും അവിടെ നിന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്. എന്നതാ കുമ്പസാരിച്ചത്? വെറുതെ ചോദിച്ചതാ, എന്നതാ കുമ്പസാരിച്ചത്? നമ്മുടെ യാക്കോബയാച്ചൻ പറഞ്ഞപ്പോഴും കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടായിരുന്നു.
കട്ട് ചവിട്ടി പിച്ചി മാന്തി കീറി കൂവി ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തട്ടിയെടുത്ത് അങ്ങോട്ട് പോയപ്പോൾ തേങ്ങ കാലയിട്ട് കൊണ്ടതുകൊണ്ട് ഞാൻ ഒരു തട്ട് തട്ടിയപ്പോൾ അതെൻ്റെ പറമ്പിലേക്ക് വീണ്. അല്ലെങ്കിൽ എൻ്റെ തലയിട്ട് നടന്നു പോയപ്പോൾ തലയിട്ട് മാങ്ങ കൊണ്ടതുകൊണ്ട് ഞാനതൊന്ന് പറിച്ചെടുത്ത്. പാപം തീർന്നോ? തീർന്നില്ലേ? എൻ്റെ പൊന്നെ, എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവനീതിക്കെതിരായ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കുമ്പസാരക്കൂട്ടിൽ, ഞാൻ ഒരു ഇടവക വികാരിയാണ്, നിരന്തരം കുമ്പസാരം കേൾക്കുന്നതാണ്. ഒരു 100 പേര് കുമ്പസാരിച്ചാൽ ഒരു 90 പേരുടെ കുമ്പസാരവും ഞാൻ ലിറ്ററലി പറയാൻ കള്ളക്കുമ്പസാരമാണ്. എഴുതി വെച്ച് തരാം കള്ളക്കുമ്പസാരമാണെന്ന്. 10 പേരെങ്ങാനും, അത് പുരുഷന്മാർ, അവർ വല്ലപ്പോഴേ കുമ്പസാരിക്കുകയുള്ളൂ. കുമ്പസാരിച്ചാൽ അവർ മാന്യമായിട്ട് കുമ്പസാരിക്കാറുണ്ട്. എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് അവരോട് ബഹുമാനമാണ്, പുരുഷന്മാരോട്. സ്ത്രീകളുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു കുമ്പസാരക്കൂട് ഒരു അച്ഛനെയും കണ്ടാൽ മതി, അപ്പോൾ ഓടിച്ചെല്ലും. അവരുടെ മെയിൻ പാപം അച്ഛനെ കണ്ടു എന്നുള്ളതാണ്. ഒരച്ഛനെ കണ്ടു എന്നുള്ളതാണ് അവരുടെ മെയിൻ പാപം. എന്താണ്ട് അല്ല, അച്ഛനെ കണ്ടതുകൊണ്ട് ഒന്ന് കുമ്പസാരിക്കാം, അച്ഛനെ കണ്ടതാ പാപം. എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവനീതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവനീതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പ്രഭാഷകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കേണ്ടി വരും. അത് ഇപ്പം ഞാൻ വായിച്ചു തരാം, നോക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം, നിങ്ങൾ കുംസാരത്തിൽ ഏറ്റുപറയേണ്ട പാപങ്ങളായിരുന്നു ഞാൻ പറയാൻ പോണത്. പ്രഭാഷകൻ 4:1 മുതൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിച്ചും പോകും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്, വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്, ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്, കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്, യാചകന് ദാനം താമസിപ്പിക്കരുത്, കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്, ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത്. എന്തെന്നാൽ മനംനൊന്ന് ശപിച്ചാൽ ശിക്ഷാപത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക, അചഞ്ചലനായി ന്യായം വിധിക്കുക. ഇത് ഭയങ്കര ചിന്തിക്കാനുള്ളൊരു സാധനമായി ഞാൻ ഈ പറഞ്ഞത്. ഒന്നാമത്തത് ഇതിനകത്ത് പറയാം, മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. എല്ലാം പിടികിട്ടിയ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുതെന്ന്. മറ്റുള്ളവന്റെ കഞ്ഞിയിൽ പാറ്റ ചാടിച്ചിട്ടുണ്ടാ, മണ്ണ് വാരി ഇട്ടിട്ടുണ്ടാ? ഈ ഗവൺമെന്റ് ജോലിക്കാരും മറ്റേത് മറ്റുള്ളവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇട്ടിട്ടുണ്ടോ? ഞാൻ പച്ച മലയാളത്തിലാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവൻ്റെ ഉപജീവനത്തിന് തടസ്സമായിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെ മറ്റുള്ളവൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുമാറ് നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരദൂഷണം വഴി മറ്റുള്ളവനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവൻ്റെ വിവാഹം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വിവാഹം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. പരദൂഷണത്തിന് പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 13 തിരുവചനങ്ങൾ, പരദൂഷകനും വേശ്യക്കാരനും ശപിക്കപ്പെട്ടവർ അനേകരെ ദേശാന്തരങ്ങളിലേക്ക് ചിതറിച്ചിട്ടുണ്ട്, ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, അധ്വാനബലം അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നീ പരദൂഷണം പറയേണ്ട, പരദൂഷണത്തിന് ചെവി കൊടുത്താൽ പോലും നീ സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കുകയില്ല എന്ന് പറയുക. നമ്മുടെ പെണ്ണുങ്ങളെ, പരദൂഷണം നമുക്ക് പരിചയമുള്ളല്ലേ? ആണോ? ചിലരൊക്കെ പരദൂഷണത്തിന്റെ കാര്യം പറയുമ്പോ കൊതു കടിച്ചിട്ടാന്ന് കള്ളത്തര പറയണേ, സംസാരിക്കേണ്ടി വരും. നമ്മളെ പ്രതി ആരെങ്കിലും തിരിച്ചോട്ടെ അമ്മച്ചി. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ചിന്തിക്കുന്ന ചിന്താതലങ്ങൾ അങ്ങേ അറ്റത്തേക്ക് പോവുക. നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണത്. ഇനി പറയുകയാണ്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. ആരാണ് ആവശ്യക്കാരൻ? എവിടെയുണ്ട് ആവശ്യക്കാരൻ? മോനെ, എവിടെയുണ്ടോ ആവശ്യക്കാരൻ?
ഉറങ്ങണം, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല, നീ ഉറങ്ങിക്കോ, നീ തുടക്കം മുതൽ ഉറക്കായിരുന്നു, നീ ഇപ്പം ഇടയ്ക്ക് നിന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നീ ഉറങ്ങിക്കോ. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കണവനോട് ചോദിച്ചു, മൂന്നാമതിരിക്കണവനോട്, ആരാടാ ആവശ്യക്കാരൻ? നിന്റെ വീട്ടിൽ അപ്പനില്ലേ, നിന്റെ വീട്ടിൽ അമ്മയില്ലേ, നിന്റെ വീട്ടിൽ സഹോദരങ്ങളില്ലേ? നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ട്. അവരാണ് നീ ആവശ്യക്കാർ. നമ്മളുടെ ഒരു പരിഗണനയ്ക്ക് വേണ്ടി, ജസ്റ്റ് കൺസേൺ, ജസ്റ്റ് ഒന്ന് പരിഗണിക്കാൻ വേണ്ടി, ഞാനൊന്ന് പരിഗണിച്ചാൽ മതി, ഞാനൊന്ന് അവൻ്റെ വിഷമങ്ങൾ, എന്ത് പറ്റി മോളെ, അല്ലെങ്കിൽ എന്ത് പറ്റി മോനെ, അല്ലെ എന്ത് പറ്റി അപ്പ, എന്ത് പറ്റി അമ്മയെന്നൊന്ന് ചോദിച്ചാൽ അവിടെ പല പ്രശ്നങ്ങളും തീരുമെന്നേ. പരിഗണനയില്ല. ആവശ്യക്കാരനെ കാത്തിരുതി. എൻ്റെ ആവശ്യം, ഒരു ഇടവകാരിയെ, എൻ്റെ ആവശ്യം, എൻ്റെ ഇടവചനം എന്നെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാന്നേ. നിങ്ങളുടെ ആവശ്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാന്നേ. ഒന്നും തരണ്ടെന്നേ, ഒന്ന് പരിഗണിച്ചാൽ മതി. ആവശ്യപ്പെട്ട സുഖമല്ലേ, എങ്ങനെ പോണ്, രോഗമൊക്കെ എങ്ങനെ പോണ്, മരുന്നൊക്കെ വേണ്ടോ, കഴിക്കുന്നുണ്ടോ? ഔസേപ്പേട്ടൻ്റെ പാതി രോഗം മാറിയെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു, എൻ്റെ രോഗം മാറിയോ എന്ന്, മരുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ സന്തോഷായി. പരിഗണന. നിങ്ങൾ എപ്പോഴെങ്കിലും കുംസാരക്കുട്ടി പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? നിങ്ങൾ എന്നാൽ എത്ര പേര് പരിഗണിക്കാതെ പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ പുറത്തൊന്നും പോകണ്ടെന്നേ, നിങ്ങളുടെ കൂരയ്ക്ക് താഴെയുള്ളവരെ നിങ്ങളൊന്ന് പരിഗണിച്ച് തുടങ്ങാം ആദ്യം. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശൻ, മുത്തശ്ശി, നിങ്ങളുടെ അയൽവക്കക്കാർ, ഇവരെയൊക്കെ ഒന്ന് പരിഗണിച്ച് തുടങ്ങിക്കേ. ഇവിടേക്ക് ഇതൊക്കെ ധ്യാനിച്ചിട്ടാണ് ഇത് പോയി കുമ്പസാരിക്കേണ്ടത്. അല്ലാണ്ട് കട്ട് ചവിട്ടി പിച്ചി മാന്തി കീറി കൂവി ആ തേങ്ങ ഇങ്ങോട്ട് പോകുന്നു, ഈ മാങ്ങ അങ്ങോട്ട് പോയെന്നല്ല കുമ്പസാരിക്കേണ്ടത്. ചെല്ലുന്നുണ്ട്, ഞാൻ 4 വർഷമായി കുമ്പസാരിച്ചിട്ട് ഒരു പാപവും ഇല്ലച്ചാ. വടക്കൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും, അച്ഛാ ഒന്ന് വെട്ടിയേരച്ചാ. കുംസാരക്കുട്ടി വന്നിട്ട് ഒന്ന് വെട്ടിയേക്കാൻ പറയും. വെട്ടിയേക്കാൻ പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇലവെറുക്കാൻ പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. ഇലവെറുക്കാൻ പോയെന്ന് പറഞ്ഞാൽ സാധനം വേറെയാ. ചില സ്ഥലത്ത് ചില കോഡ് ഭാഷയാണ്. അപ്പൊ ഒന്ന് വെട്ടിയേക്കാൻ പറയും. പക്ഷേ പറയേണ്ട കാര്യം, വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്, ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്, വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. എന്താണ് വിശപ്പെന്നേ? ഭക്ഷണമൊക്കെ ഇന്ന് എല്ലാ വീട്ടിലും ഉണ്ട്. ആവശ്യത്തിന് ഭക്ഷണം ഇല്ലേ? ഇല്ലേ? കാരണം ഗവൺമെൻറ് ഇഷ്ടം പോലെ അരി തന്നതുകൊണ്ട് കഞ്ഞിക്ക് വകയില്ലാതെ ഇല്ല, എല്ലായിടത്തും ഉണ്ട് ഭക്ഷണം. പക്ഷെ വിശപ്പെന്ന് പറഞ്ഞാൽ എന്നാന്നേ, ഞാൻ മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ്. സ്നേഹത്തിൻ്റെ കുറവ്, പരിഗണനയുടെ കുറവ്. ഒരിച്ചിരി പരിഗണനയ്ക്ക് വേണ്ടി കൊതിക്കുകയാന്നേ മനുഷ്യർ. ഒന്ന് ഒരു തലോടലിന് വേണ്ടി, ഒന്ന് നമ്മളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി, നമ്മളോടൊന്ന് മിണ്ടാൻ വേണ്ടി കൊതിക്കുകയാന്നേ. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാണ് പുറത്ത് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഉള്ളിൽ കയറി കഴിയുമ്പോൾ കീരിയും പാമ്പിനെയും പോലെ കഴിയണത്. ഈ തലയും മുണ്ടിട്ടിരിക്കുന്ന ഈ അമ്മച്ചിമാരൊക്കെ നോക്കിക്കുക, ഈ മരുമക്കളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? തല്ലിക്കൊല്ലാൻ പോണ പോലെയാണ് പെരുമാറണത്. എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഉറക്കം കളഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ഒരേ സമയത്ത് മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുന്ന അതേപോലെ തന്നെ ചില സമയത്ത് പറയും, ചില അമ്മാവരുടെയൊക്കെ കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തല്ലിയിലേ അത്ഭുതമുള്ളന്നേ. അവർ മരുമക്കളൊക്കെ മക്കൾ തന്നോളെത്തിയാൽ താനെന്ന് കരുതണമെന്ന് പറയുന്നിടത്ത് കരുതിയല്ലേ. കുശുമ്പും കുന്നായ്മയും കുത്തിക്കൊണ്ട് ചെല്ലും, ചൊറിഞ്ഞോണ്ട്, വെറുതെ ചൊറിഞ്ഞോണ്ട് ചെല്ലും. അപ്പോൾ പിന്നെ വെറുതെ നടക്കുന്ന മരുമക്കളായാലും ഇടയ്ക്കെങ്കിലും ഒരു തട്ടിട്ട് കൊടുക്കും, ഉറപ്പായിട്ടും. ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്. നിനക്ക് പലതും ഉണ്ടെന്നേ. നിന്റെ വീട്ടിൽ നിനക്ക് കാറുണ്ട്, വീടുണ്ട്, കുന്തുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ തൊട്ടപ്പുറത്ത് ഇല്ലാത്തവനും ഉണ്ടെന്നേ. നിനക്ക് പലതും ഉള്ളത് കൊണ്ട് ഇല്ലാത്തവനെ നീ ദുഃഖിപ്പിക്കരുത്, ക്ഷോഭിപ്പിക്കരുത്. നിനക്ക് ദൈവം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരും കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് നീ. പണ്ട് ഞാനൊരു കൊച്ചു സംഭവം ഓർത്തു പോയാണ്, വായിച്ചത് എവിടെയോ. ഒരു കത്തീഡ്രൽ പള്ളിയുടെ വാതിക്കലിരുന്ന് ഒരു കൊച്ചു ബാലൻ യാചിക്കുകയാണ്. അപ്പോൾ അതിലൂടെ വന്ന ഒരു ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് യാചിക്കുന്നത്? നിനക്ക് എല്ലാം തരാൻ കഴിവുള്ളവൻ കത്തീഡ്രൽ പള്ളിയുടെ സക്രാരി ഇരിപ്പില്ല, അവനോടൊക്കെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ആ കൊച്ചു ബാലൻ അയാളോട് പറഞ്ഞു, ശരിയാ, എനിക്ക് തരാൻ കഴിവുള്ളവനാണ് അവിടെ സക്രാരിയിലിരിക്കുന്നത്. അങ്ങനെ ആ തരാൻ കഴിവുള്ളവൻ താങ്കളെപ്പോലെയുള്ള ഒത്തിരിയേറെ പേരെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കളെപ്പോലെയുള്ളവരൊന്നും മനസ്സ് കാണിക്കാത്തത് കൊണ്ട് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും തണ്ടേണ്ടി വരുന്നു. നോക്കുന്നേ, നമ്മൾക്കൊക്കെ ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ടെന്നേ. നമ്മുടെ കയ്യിലേക്ക് തമ്പുരാൻ പലതും വെച്ച് ഏൽപ്പിച്ചു തരുന്നത് നമുക്ക് തന്നെ തിന്ന് സുഖിച്ച് ജീവിക്കാനല്ലെന്നേ,
മറ്റുള്ളവരെ കൂടി ഒന്ന് പരിഗണിക്കാൻ വേണ്ടി, ഇല്ലാത്തവൻ്റെ കയ്യിലേക്കൊന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയാകുന്നത്, ആരാധനയാകുന്നത്. നമ്മുടെ ജപമാല പ്രാർത്ഥനയാകും, നമ്മുടെ ബലിയർപ്പണമാകുന്നത്. അല്ലെങ്കിൽ വെറും കാഴ്ചയായിട്ട് മാറും ബലി. കൊടുക്കാൻ പറ്റുമോ? നിനക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്, യാചകന് ദാനം താമസിപ്പിക്കരുത്. പച്ച മലയാളത്തിൽ പറയാം, എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്നാണേ പറയണത്. മനസ്സിലായില്ലേ? എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചൊരു കൊച്ചു സാധനം കിട്ടിയാൽ പിന്നെ അവനെ അങ്ങോട്ട് കയറ്റി അങ്ങേയറ്റത്ത് കൊണ്ടുപോകും നമ്മൾ. പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് പരുതാക്കി ആ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എരുതിയിൽ എണ്ണയൊഴിക്കരുതെന്നാണ് കർത്താവ് പറയണത്. അത് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് സമയം തീർന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്യണം. വിചിന്തനത്തിലേക്ക് നമ്മൾ വരണം. തീർച്ചയായിട്ടും ഈ രാത്രി ഉറക്കം കളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി നിനക്ക് അനുഗ്രഹമാകണമെങ്കിൽ നീ നിന്നിലേക്കൊന്ന് പോകണം. ഞാൻ പറഞ്ഞ പോലെ ഗോ ബാക്ക് ആൻഡ് റീകോൾ ആൻഡ് റീതിങ്ക്. തിരിഞ്ഞു പോവുക, തിരിച്ചു വിളിക്കുക, ആവശ്യമെങ്കിൽ പുനർവിചിന്തനം ചെയ്യുക. ഒന്ന് എഴുന്നേറ്റ് നമുക്കത് അവസാനിപ്പിക്കാം. ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാനുണ്ട്. പക്ഷേ അത് സാവകാശം നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുപാടി ആരാധനയിലേക്ക് നമുക്ക് പ്രശാന്തത്തിന് വിട്ടുകൊടുക്കാം. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച് പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതനായ ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ പ്രകാശം ഞങ്ങളിലേക്ക് തരണമേ. ഞങ്ങളുടെ ഉള്ളിന്റെ അവസ്ഥകളെ, ആത്മസ്തുതിയെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഉൾപ്രകാശം, ഉൾവെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള കുറവുകളെയും പോരായ്മകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നീയുമായി ഒന്നാകുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ അമ്മേ, തിരുസന്നിധിയില് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിലും ഒന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറയുന്നു ശക്തി സ്നേഹന്മാരിൽ നിറഞ്ഞതോ ശക്തി സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ ഭവ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരും നിറഞ്ഞ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ശ്രീമായി നിറഞ്ഞ ശക്തി ശാന്തി ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര
സ്ലിഹന്മാർ. യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയെ നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയെ നയിക്കണേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എളിയവനായ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.